റോളിംഗ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കണത് സോയക്കറിയും ചപ്പാത്തിയാണ് കേട്ടോ. അപ്പം അതിന് ഒരു സവാള എടുത്തിട്ട് മിക്സിയുടെ ജാറിലിട്ടുണ്ട്, ഒരു 4 വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചിയും, ഒരു 3-4 പച്ചമുളക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് മിക്സിയുടെ ജാറിലിട്ടിട്ട് അരച്ചെടുക്കാം, വെള്ളമൊന്നും ഒഴിക്കണ്ട, അരച്ചെടുക്കാം കേട്ടോ. നമ്മൾ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ അരച്ച് വെച്ചത് അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ സവാള അരച്ചത് ഇതിലിട്ടിട്ടുണ്ട്. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം, കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് മുളക് പൊടി, കുരുമുളക് പൊടി, കുറച്ച് മസാലപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. പച്ചമണം പോണ വരെ നന്നായിട്ട് വഴറ്റി കൊടുക്കാം. നമ്മൾ സോയ ചൂടുവെള്ളത്തിലിട്ടിട്ട് പിഴിഞ്ഞ് കുറച്ച് 2-3 പ്രാവശ്യം വെള്ളത്തിൽ കഴുകി വെച്ചിട്ടുണ്ട്, പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് നമ്മൾ മിക്സിയിൽ ജാറിലിട്ടൊന്ന് അടിച്ചെടുക്കണം. നല്ല പേസ്റ്റ് വരാവണ്ട, ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. പിന്നെ നമ്മൾ സവാളയൊക്കെ അരച്ചതിൽ ഒരു തക്കാളി ഇടാം കേട്ടോ. എൻ്റെ തക്കാളി ഇല്ലാത്തവരെ ഞാൻ ഇട്ടിട്ടില്ല. അപ്പോൾ ഇതൊന്ന് കറക്കിയെടുക്കാം കേട്ടോ. നമ്മളിത് ഇതൊന്ന് കറക്കിയെടുത്തിട്ടുണ്ട്. സവാളയൊക്കെ വാടിയലിക്ക് ഇത് നന്നായി ഇട്ട് ഇതിൽ കുറച്ച് വെള്ളം കൊണ്ട് വെച്ച് കൊടുക്കാം കേട്ടോ. അത് കുറച്ച് മതി, 1-2 സ്പൂൺ കേട്ടോ. ഒന്ന് നന്നായി ഇളക്കി മിക്സായിട്ട് വരാനായി. അപ്പോൾ നമ്മളെ കറി റെഡി ആയിട്ടുണ്ട്. എനിക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ഏട്ടന് കഴിക്കാൻ കൊടുത്തിട്ട് ചോദിക്കാം കേട്ടോ എങ്ങനെയുണ്ടെന്നോ. ഏട്ടന് കൊടുക്കത്തെ എങ്ങനെയുണ്ടെന്ന് നോക്കാം കേട്ടോ. ടേസ്റ്റ് ഉണ്ടോന്ന് ഏട്ടൻ പറയട്ടെ. അപ്പോൾ നമുക്കിനി ചപ്പാത്തി ഉണ്ടാക്കാം കേട്ടോ. നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കാൻ പോണത് അച്ഛനും നാണൂട്ടനാണ് ചപ്പാത്തി പരത്തണം കേട്ടോ. ഞാൻ ചപ്പാത്തി ചൂടും, അച്ഛനും മോനും പരത്തും. അവരിത് ഉണ്ടാക്കി കൊണ്ടിരിക്കുന്ന ഞാൻ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ തന്നെ. അപ്പോൾ അതേ അച്ഛനും മോനും ഉണ്ടാക്കിയിട്ട് പ്രസ് ചെയ്യണം കേട്ടോ. പരത്താൻ ഞങ്ങൾക്ക് അറിഞ്ഞൂടാ, പരത്തിയാൽ റൗണ്ട് ആവില്ല. അപ്പോൾ ഞങ്ങൾ പ്രസ് ചെയ്യും, അച്ഛനും മോനും പ്രസ് ചെയ്യും, അമ്മ ഉണ്ടാക്കും അല്ലേ കുഞ്ഞാ. ഉണ്ട ഉണ്ടാക്കണ നാണോട്ട ഉണ്ടാക്കിയ കുഞ്ഞുണ്ട കണ്ടോ. കുഞ്ഞുണ്ടകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടോ നാണോട്ടൻ. അത് കുഴച്ചിട്ട് ഉണ്ടാക്കി നമുക്ക് പരത്തിയിട്ട് ചപ്പാത്തി ഉണ്ടാക്കാം കേട്ടോ. ഡൈനോസറിന്റെ മുട്ട അല്ലേ, ഡൈനോസർ മുട്ട, ഡൈനോസർ എഗ്. രണ്ട് പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ 2 എണ്ണത്തിലും കൂടി ഒരുമിച്ച് ഉണ്ടാക്കണേ, അപ്പോൾ വേഗം കഴിയുമല്ലോ. അപ്പോൾ അതെ ഒരെണ്ണത്തിൽ ഇട്ടിട്ടുണ്ട്, രണ്ടാമത്തേലും ഇട്ടിട്ടുണ്ട്. അപ്പം ഞാൻ മറിച്ചിട്ടെ കേട്ടോ. ചപ്പാത്തി ചെറുത് കേട്ടോ.
നോക്കിയേ, ഒരു പാനിൽ തന്നെ എത്ര ചപ്പാത്തി ഇന്ന്. ഇതൊക്കെ നാണൂട്ടനുള്ള കുഞ്ഞു ചപ്പാത്തിയാണ് കേട്ടോ. ഓക്കെ പോയാൽ കഴിഞ്ഞ പരിപാടി കഴിഞ്ഞ് ഇറങ്ങാമോ? അപ്പം നമ്മൾ ചപ്പാത്തിയൊക്കെ ചുട്ട് കഴിഞ്ഞു. ചായ വെക്കാം, കാപ്പി ഉണ്ടാക്കാൻ പോകണം കേട്ടോ. അതിന് വേണ്ടിയിട്ട് 3 ഗ്ലാസ് ബ്രൂ കോഫി ഉണ്ടാക്കാൻ പോണേ. അതിന് 3 ഗ്ലാസ് പാൽ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കോഫി ഉണ്ടാക്കാനായിട്ട്. നോക്കട്ടാ, 2 സ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ നമ്മൾ ഇതിലിട്ട് കൊടുത്തിട്ടുണ്ട് മിക്സിയിലെ ജാറിൽ കേട്ടോ. ഇനി ആവശ്യത്തിന് പഞ്ചസാരയും കൂടെ ഇതിലിട്ട് കൊടുക്കേ. 4 സ്പൂൺ പഞ്ചസാര ഇട്ടിട്ടുണ്ട്. അതും കൂടി ഇട്ട് 2 ഐസും കട്ടയും കൂടി ഇട്ടിട്ട് നമുക്കിതൊന്ന് അടിച്ചെടുക്കാം കേട്ടോ. രണ്ട് ഐസും കട്ട ഇട്ടിട്ടുണ്ട്. നമുക്ക് അടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ 2 ഐസും കട്ടയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. 4 കട്ട ഇട്ടുണ്ട്. അടിച്ചെടുത്തിട്ടുണ്ട്. നമ്മളൊരു ഗ്ലാസ്സിലേക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. മതി. ഇനി മോള് കുറച്ച് പതക്കണം കേട്ടോ. അവസാനം ബൂസ്റ്റിൻ്റെ പൊടിയൊക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാൻ. എന്തെങ്കിലും ബൂസ്റ്റ് പൊടി ഇല്ല, ഹോർലിക്സിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം കുറച്ച്. നമ്മളിത് ചപ്പാത്തിയും ചായയൊക്കെ കുടിക്കാതിരിക്കാൻ കേട്ടോ. അതിനൊക്കെ നാണോട്ടം ചപ്പാത്തി തിന്നണം. നമ്മൾ ചപ്പാത്തി